മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് കൊട്ടേഷൻ നൽകുക, പ്രവൃത്തി പരിചയമുള്ള ഏജൻസികളോ സ്ഥാപനങ്ങളോ അപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുക. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആണ് ഇത്തരത്തിൽ ഒരു ദർഗാസ് പരസ്യം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നിർദ്ദേശിക്കുന്നത് UAE-യിൽ മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചുമതല നിറവേറ്റാൻ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഏജൻസികൾക്കോ അപേക്ഷിക്കാം. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഈ മേഖലയിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ വയ്ക്കുന്നത്. സാധാരണ UAE-യിൽ മരിക്കുന്ന ആളുകൾ, ഇന്ത്യക്കാർ അങ്ങനെ ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ മരിക്കുന്ന ആളുകളെ ആ സ്ഥാപനങ്ങളോ കമ്പനികളോ ആണ് ആ മൃതദേഹങ്ങൾ സാധാരണ നാട്ടിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ സാമ്പത്തികമായി അതിന് ശേഷിയില്ലാത്ത ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ളവരുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനാണ് ഇപ്പോൾ കൊട്ടേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തരം മൃതദേഹം നാട്ടിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ UAE-യിൽ തന്നെ സംസ്കരിക്കുകയോ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി ഏജൻസികൾക്കോ സ്ഥാപനങ്ങൾക്കോ അപേക്ഷിക്കാം. ഇതിന്റെ ചെലവ് കോൺസുലേറ്റ് വഹിക്കും അല്ലെങ്കിൽ എംബസി വഹിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ചെലവ് കോൺസുലേറ്റിൽ നിന്നോ എംബസിയിൽ നിന്നോ വാങ്ങി നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഏജൻസികളോടൊക്കെ അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാധാരണ വ്യക്തമാകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ഏജൻസികളാണ് ഇത്തരത്തിൽ 2 സ്ഥാപനങ്ങളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവർക്കാണ് ഇത്രയും പ്രവൃത്തി പരിചയം ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ഒക്കെ അവിടുത്തെ സർക്കാരുകൾ തന്നെ നേരിട്ട് ഇടപെട്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൃതദേഹം അവരുടെ നാട്ടിലെത്തിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്.